ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റോസമ്മ എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് റോസമ്മ, 47 വയസ്സുണ്ട്, 2 കുട്ടികളുടെ അമ്മയാണ്. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമായി. എൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന ആലോചനയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ബന്ധുവായിരുന്നു പയ്യൻ. അതുകൊണ്ട് തന്നെ മുന്നും പിന്നും നോക്കിയില്ല. അവൾക്ക് ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. ചെക്കൻ നാട്ടിൽ ഒരിടത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അദ്ദേഹം ഒരു 8 മാസം 1 വർഷം കൂടിക്കുമ്പോഴാണ് വരുന്നത്. നല്ല സപ്പോർട്ടീവ് മനുഷ്യനാണ്, കുടുംബസ്നേഹവുമുണ്ട്. പക്ഷേ എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ തദൈവയായി. കാര്യം അമ്മായിമ്മയായിട്ട് ചേർന്ന് പോകില്ല. 6 മാസത്തിനുള്ളിൽ അടിനാശം വെള്ളപ്പൊക്കമായി. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെക്കനാണെങ്കിൽ എൻ്റെ മോളോട് നല്ല ഇഷ്ടമാണ്. പക്ഷേ അവൻ പ്രൈവറ്റ് മേഖലകളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പല സമയത്തിനൊന്നും വീട്ടിൽ വരാൻ പറ്റില്ല. ആ സമയം കൊണ്ട് മരുമകളും അമ്മായിമ്മയും കൂടെ വലിയ വഴക്കുമാകും. എന്തായാലും കുറേ നാളായി കഴിഞ്ഞപ്പോഴേക്കും അവൾ പിണങ്ങി വീട്ടിലേക്ക് വന്നു. ഞാൻ ഗൾഫിൽ വിളിച്ച് ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇളയ മകനുണ്ട്, അവൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 1.5 വർഷം കൂടിയുണ്ട് അവൻ്റെ കോഴ്സ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവളെ ഇനി അവൻ്റെ അടുത്തേക്ക് വിടണ്ടെന്ന് പറഞ്ഞു. മരുമോനാണെങ്കിൽ മിക്കവാറും വന്ന് അവളെ വിളിക്കാറുണ്ട്. അവൾ പറഞ്ഞു, ഇല്ല ഞാൻ വരില്ല, നിങ്ങളുടെ അമ്മയുള്ളിടത്ത് വരികയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് വിളിച്ച് അവനോട് പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യേ, നീ ടൗണിൽ ഒരു ഫ്ലാറ്റോ മറ്റോ വാടകയ്ക്ക് എടുക്ക്, അവിടേക്ക് താമസം മാറ്, അതായിരിക്കും നല്ലത്. അതിനെനിക്ക് ആഗ്രഹമുണ്ട് അച്ഛാ. പക്ഷേ ഞാൻ പല സമയങ്ങളിലായിട്ടാണ് വരുന്നത്. ചിലപ്പോൾ 2-3 ദിവസം വീട്ടിൽ കാണുകയുമില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഇവൾ തന്നെ അവിടെ ജീവിക്കേണ്ടി വരില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതിനെന്താ, അവളുടെ അമ്മ ഇവിടെ വെറുതെ നിൽക്കുകയല്ലേ, മോനും ഇവിടെ ഇല്ല, അതുകൊണ്ട് അവളുടെ അമ്മ വന്ന് നീ ഇല്ലാത്ത ദിവസങ്ങളിൽ കൂടെ താമസിച്ചോളും, നേരത്തെ പറഞ്ഞാൽ മതി. അതുമല്ല, 1/2 മണിക്കൂറിൻ്റെ ദൂരമല്ലുള്ളൂ ടൗണിലേക്ക്, അപ്പോൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കടുപ്പിച്ചു. അവൻ അവിടെ ചെറിയൊരു ഫ്ലാറ്റ് എടുത്തു. ഫ്ലാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ഫ്ലാറ്റ് കാണും അവിടെ, അത്രയേ ഉള്ളൂ. ഒരു 2 നില കെട്ടിടമാണ്. അതിൽ 10 ഫ്ലാറ്റുകളുണ്ട്. ഞങ്ങൾക്ക് മുകൾ നിലയിൽ ഒരു സൈഡിലുള്ള ഫ്ലാറ്റാണ് കിട്ടിയത്. നല്ല സൗകര്യങ്ങളുണ്ട്. ഫ്ലാറ്റ് ആയതുകൊണ്ട് അവൻ ഇത്തിരി താമസിച്ച് വന്നാലും പേടിക്കാനൊന്നുമില്ലെന്ന് മോള് ആദ്യ ദിവസം തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനിപ്പോൾ പോകേണ്ട കാര്യമൊന്നുമില്ല എന്നെനിക്ക് തോന്നി. എങ്കിലും മരുമകൻ പറഞ്ഞു, അമ്മേ അങ്ങനെയല്ല, അമ്മ ഞാൻ താമസിക്കുന്ന ദിവസങ്ങളിൽ വരണം. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ധാരാളം ആണുങ്ങൾ 2-3 പേര് ചേർന്ന് താമസിക്കുന്ന ഫ്ലാറ്റുകളുമുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. പിന്നെ ഞാനില്ലാത്തപ്പോൾ അമ്മ കൃത്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. അതിനെന്താടാ, ഞാൻ സ്കൂട്ടിയിൽ അങ്ങ് വന്നോളാം എന്ന് പറയുകയും ചെയ്തു. അവൻ ലേറ്റാകുന്ന ദിവസങ്ങളിലും പിന്നെ അവനില്ലാത്ത ദിവസങ്ങളിലും ഞാൻ അവിടെ അവൾക്ക് കൂട്ടുകിടക്കാൻ പോകും. അങ്ങനെ അതൊരു ശീലമായി. മകളും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം തളർത്തു പൂത്തു. അവർ തമ്മിൽ നല്ല സ്നേഹം തന്നെ. ഞാനിതിലൊന്നും ഇടപെടില്ല. അവിടെ ഒരു റൂം കൂടിയുണ്ട്. അവിടെ സ്വസ്ഥമായിട്ട് ഞാൻ കിടന്നുറങ്ങും. ഭർത്താവ് ഇല്ലാത്ത ദിവസങ്ങളിൽ അവൾ എൻ്റെ കൂടെ വന്ന് കിടന്നുറങ്ങും. അങ്ങനെ അമ്മയും മകളും ജോലിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഞങ്ങൾ താമസിക്കുന്ന ഈ ഫ്ലാറ്റിന് തൊട്ട് ചേർന്ന് ഒരു കൈത്തോട് പോലെ ഒന്നൊഴുകുന്നുണ്ട്. നഗരത്തിലെ മാലിന്യങ്ങളെല്ലാം വഹിക്കുന്നൊരു തോടാണ്. അതിൻ്റെ അക്കരക്കരയ്ക്ക് കുറച്ച് സ്ഥലം വെറുതെ കിടക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ ശേഷമാണ് അവിടെ ചെറിയൊരു വർക്ക്ഷോപ്പും യൂസ്ഡ് കാറും ഒക്കെ തുടങ്ങിയത്. അതിൻ്റെ ഓണർ നല്ല സുന്ദരനായൊരു ചെക്കനാണ്. ജിമ്മിലൊക്കെ പോയിട്ട് ശരീരം കാണിച്ച് നടക്കുന്ന ടൈപ്പ് ഒരു ചെക്കൻ. അവനാണെങ്കിൽ ഒരു സൗഹൃദമില്ലെങ്കിലും ഞങ്ങളെ നോക്കി ആദ്യ ദിവസം തന്നെ പുഞ്ചിരിക്കുമായിരുന്നു. തൊട്ടടുത്തല്ലേ. ഞാനാണെങ്കിൽ ആദ്യം മുഖം കൊടുത്തില്ല. ഒരു ദിവസം അവിടെ നിന്ന് അവൻ വിളിച്ചു പറഞ്ഞു, ആൻറ്റി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ, ഇത് എൻ്റേതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, അതിന് ഞാനെന്ത് വേണമെന്ന്. എന്താ ആൻറ്റി ഇത്, സൗഹൃദത്തിൽ ഞാൻ ഒന്ന് സംസാരിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയാണോ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൻ്റെ പേരും ഒക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ചു. കുറച്ച് ദൂരമുള്ളതുകൊണ്ട് ഇത്തിരി ഉറക്കെയാണ് അവൻ പറഞ്ഞത്. ഞാൻ തിരിച്ച് മറുപടി ഉറക്കെ പറഞ്ഞു. ഇത് കേട്ട് മകൾ ഇറങ്ങി വന്നു. അപ്പോൾ മകളെ അവൻ കൈവീശി കാണിച്ചിട്ട് പേരൊക്കെ പറഞ്ഞു. എന്താ പേരെന്നൊക്കെ ചോദിച്ചു. അവളും മറുപടി പറഞ്ഞു. അവൾക്കാണെങ്കിൽ ചെക്കൻ്റെ ലുക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. കാര്യം അവൾക്ക് അവനെ കണ്ടപ്പോൾ ഒരു തരളിത മനോഭാവം ഉണ്ടായോ എന്നൊരു സംശയം. ഇതെല്ലാം എൻ്റെയാണെന്നൊക്കെ അവൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. പെണ്ണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറയുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എങ്കിലും ആളിത്തിരി പഞ്ചാരക്കുട്ടനാണ്. ഇവനെ ഒന്ന് സൂക്ഷിക്കണം. കല്യാണപ്രായം ആയിട്ടുണ്ട്, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ലക്ഷണം കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇളക്കക്കാരനാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ കണ്ടാൽ ഞങ്ങളെ വിഷ് ചെയ്യും, ഞങ്ങളും തിരിച്ച് വിഷ് ചെയ്യും. നല്ല ഒരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഇളക്കക്കാരനാണെങ്കിലും അവനൊരു മാനേഴ്സ് ഉണ്ടല്ലോ.
പിന്നെ അവൻ ഞങ്ങളോട് മാത്രമല്ല ആ ഫ്ലാറ്റിലുള്ള പലരോടും വിഷ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവൻ്റെ സ്വഭാവം അങ്ങനെയാകുമെന്ന് ഞാനും മകളും കൂടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴില്ലേ അവിടെ ധാരാളം വാഹനങ്ങൾ വന്നു. അതേപോലെ തന്നെ ബിസിനസ് നന്നായി അഭിവൃദ്ധിപ്പെട്ടു. അവിടെ പല കൺസ്ട്രക്ഷൻസും ഉണ്ടായി. അതിനെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ആൻറ്റി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ പായസം കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങോട്ട് വരട്ടെ ഫ്ലാറ്റിലേക്കെന്ന്. ഞാൻ പറഞ്ഞു എന്താ, വന്നോളെന്ന് പറഞ്ഞു. മരുമകനും അവനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അവർ തമ്മിൽ ഫ്രണ്ട്സ് പോലെയാണ്, സംസാരിക്കുകയും മറ്റും ചെയ്യും. കാര്യം മരുമകന് ടൗണിൽ വെച്ച് അവനെ നേരത്തെ അറിയാം. വേറൊരു സ്ഥലത്തായിരുന്നു അവൻ്റെ വർക്ക്ഷോപ്പ് മറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും പ്രശ്നമില്ലാത്തൊരു പയ്യനല്ലേ. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു. അവൻ വീട്ടിൽ വന്നു, ഞങ്ങൾക്ക് പായസം തന്നു. അന്ന് മരുമകൻ ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിച്ചു. അത് കഴിഞ്ഞ ശേഷം പാത്രം കഴുകി തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ചോറ് വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോൾ ചോറ് വേണ്ട, ചായ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഏകദേശം ഒരു 3 മണിയായിരുന്നു. ഞാൻ ഒരു ചായ ഇട്ട് കൊടുത്തു, പിന്നെ കൂട്ടത്തിൽ ചില സ്നാക്കുകളും. എന്തായാലും അതോടുകൂടി ഞങ്ങളെല്ലാം തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി നന്നായി. മരുമകൻ്റെ ഫ്രണ്ടല്ലേ അവൻ വന്ന് വെള്ളമൊക്കെ ചോദിക്കും. അങ്ങനെ പല കാര്യത്തിലും വരാറുണ്ട്. ഒരു കുടുംബ സുഹൃത്തിനെ പോലെയായി. മാഡം, ഒരു ദിവസം ഇല്ലേ ഉച്ചയ്ക്ക് 3 മണിയായി കാണും. ഞാനപ്പോൾ അവിടെ സിറ്റ് ഔട്ടിലിരിക്കുകയാണ് എൻ്റെ വീടിൻ്റെ അവിടെ. അപ്പോഴുണ്ട് മരുമകൻ ഒരു കാറിൽ വരുന്നു. ഞാൻ ചോദിച്ചു, എന്താടാ? അമ്മ, ഞാൻ കോയമ്പത്തൂർ വരെ പോവുകയാണ്, നീ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? അതല്ലമ്മ, ഞാനാണെങ്കിലേ ദേ അവൾക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് വാങ്ങാൻ വന്നതാണ്. ആ ഓക്കെ എന്ന് പറഞ്ഞു. ഇന്നാ അമ്മ പിടിക്ക്, ഇതുവഴി ഞാൻ കോയമ്പത്തൂർ പോവുകയാണ്, തിരിച്ചു കൊണ്ട് കൊടുക്കാനുള്ള ഒരു സമയമില്ല, കാര്യം ട്രെയിൻ മിസ്സാകുമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ അത് വാങ്ങിച്ചു വെച്ചു. അവൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. ആ എങ്കിൽ അവളുടെ അടുത്തേക്ക് പോകാമെന്ന് വെച്ച് ഞാൻ ഒരുങ്ങി ഇറങ്ങി. ഗിഫ്റ്റ് എടുത്ത് സ്കൂട്ടിയിൽ വെച്ച് ഞാനങ്ങ് ചെന്നു. സത്യം പറഞ്ഞ ഇതിനിടയ്ക്ക് അവളെ വിളിക്കാൻ മറന്നുപോയി. എപ്പോഴും ഞാൻ വിളിക്കുന്നതാണ്, പക്ഷേ ഇന്ന് വിളിക്കാനൊന്നും തോന്നിയില്ല. അങ്ങ് ചെന്നേക്കാം, എന്തായാലും അവൻ പറഞ്ഞല്ലോ കോയമ്പത്തൂർ പോവുകയാണെന്ന്. ഞാൻ ഗിഫ്റ്റുമായിട്ട് അങ്ങ് കയറി ചെന്നു. കോളിംഗ് ബെല്ല് അമർത്താമെന്ന് വിചാരിക്കുമ്പോഴുണ്ട് പെട്ടെന്ന് കതക് തുറന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ വർക്ക്ഷോപ്പിലെ ചെക്കനാണ്. അവൻ ശരിക്കും വീർത്ത് കുളിച്ചിരിക്കുന്നു. അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് എൻ്റെ മകളും ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഷോക്ക് അടിച്ചതുപോലെ അവൾ കൈ പിൻവലിച്ചു. ഞാനും ഞെട്ടിപ്പോയി. എന്താ എന്താ എവിടെയെന്ന് ഞാൻ വെപ്രാളത്തിൽ ചോദിച്ചു. ഒന്നുമില്ല ആൻറ്റി, ഞാൻ ഇത്തിരി ചായ ഇട്ട് തരുമെന്ന് ചോദിക്കാൻ വന്നതാണ്, ചായ കുടിച്ചിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ പോയി. കാര്യങ്ങൾ എനിക്ക് മനസ്സിലായെന്ന് അവനെ മനസ്സിലായി, മോൾക്ക് മനസ്സിലായി. ഞാനാണെങ്കിൽ അമ്പരന്ന് പോയിരുന്നു. എൻ്റെ മോൾക്ക് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ മരുമകനാണെങ്കിലും കാണാനൊക്കെ കൊള്ളാവുന്ന തരത്തിലാണ്, തണ്ടും തടിയുമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളെ ആയിട്ടുള്ളൂ. ഇവളെന്തിനാണ് ഇപ്പോൾ കണ്ടൊരു പയ്യനെ ഇങ്ങനെ അടുപ്പിച്ചത്? ഇതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? മരുമകൻ അറിഞ്ഞാൽ, എൻ്റെ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഞാനാണെങ്കിൽ അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവളാണെങ്കിൽ എന്നെ അകത്തേക്ക് പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അമ്മ ബഹളം ഉണ്ടാക്കരുത്, എന്നെ അടിക്കരുത്, എനിക്കൊരു പറ്റിപ്പോയതാ. ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റാടി പറ്റിയത്? ഇതാണോ പറ്റ്? നിൻ്റെ അഹങ്കാരം കൊണ്ടല്ലോടി. കാണാൻ കൊള്ളാവുന്നൊരു ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവളെ വീട്ടിനകത്തേക്കും നിനക്ക് നാണമില്ലടി എന്ന് ചോദിച്ച് ഞാൻ അവളെ ഒത്തിരി കുറ്റം പറഞ്ഞു. എൻ്റെ വായിൽ തോന്നിയത് എല്ലാം പറഞ്ഞു. മേലവനുമായിട്ട് യാതൊരു സംസർഗവും പാടില്ല. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളൊന്നും മിണ്ടിയില്ല. 3ാമത്തെ വട്ടമാണെന്ന് മാത്രം ഇങ്ങനെ വിരലുകൊണ്ട് കാണിച്ചു. എന്ത് ചെയ്യാനാ? പുറത്ത് പറയാൻ പറ്റുമോ? ഇവളെന്നെ അടിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ ചോദിച്ചു, യഥാർത്ഥത്തിൽ നിൻ്റെ പ്രശ്നം എന്താണ്? നിൻ്റെ ഭർത്താവിന് വല്ല കുഴപ്പമുണ്ടോ? അവന് നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഹസ്ബൻഡിനോട് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല അമ്മ. പിന്നെ നിനക്ക് എന്തിൻ്റെ കേടാടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അമ്മ അവനെ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്ത് സൗന്ദര്യമാണ്! അത് മാത്രമല്ല ബോഡി ഷേപ്പ് അമ്മയ്ക്കറിയില്ല. അമ്മയുടെ ജനറേഷനുള്ളവർക്ക് മനസ്സിലാകില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ മനസ്സ് മുഴുവൻ 6 പാക്കുള്ള ആണുങ്ങളാണ്. അതെന്തോ പായ്ക്കാടി അമ്മേ. സിനിമയിലും ഹിന്ദി സീരിയലിലും ഒക്കെ വരുന്ന ചെക്കന്മാരല്ലേ നമ്മളെപ്പോഴും കാണുന്നത്? അത്തരം ചെക്കന്മാരൊക്കെ വിരളമാണ്. സൗന്ദര്യം നല്ല രീതിയിലുള്ള ബോഡിയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ചെക്കന്മാരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറവാണ്. ചിലപ്പോൾ നല്ല ബോഡിയാണെങ്കിൽ മുഖം കാണാൻ കൊള്ളില്ല. നമ്മൾ സ്വപ്നത്തിൽ കാണില്ലേ, അതുപോലുള്ള ആണുങ്ങളെ ശരിക്കും വല്ലപ്പോഴുമേ പുറത്ത് കാണാൻ പറ്റുള്ളൂ. നീ എന്തൊക്കെയാ കൊച്ചെ പറഞ്ഞു വരുന്നത്? അമ്മേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം അതിലുള്ളൊരാണില്ലേ, അതേ ലുക്കാണ് അയാൾക്ക്. അതുകൊണ്ടാണ് അവൻ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങ് വീണു പോയത്. എന്നേക്കാൾ 1-2 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ.
എടി എന്തൊക്കെ പറഞ്ഞാലും കല്യാണം കഴിച്ച് ഇത്രയും നാളാകുമ്പോൾ തന്നെ മറ്റൊരാളെ വിളിച്ചു വരുത്താനുള്ള ഒരു മിടുക്ക് അത് ഒരിക്കലും ഒരു സ്ത്രീക്ക് ഉണ്ടാകാൻ പാടില്ല അമ്മേ. അത് പിന്നെ എനിക്കറിയില്ല, അവൻ്റെ സാമീപ്യം കൊണ്ട് ഉണ്ടായിപ്പോയതാണ്. കാണുമ്പോഴില്ലേ എനിക്ക് വല്ലാത്തൊരു മോഹം, അത് എനിക്ക് അടക്കാൻ പറ്റിയില്ല. സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവനും തൽപര കക്ഷിയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ശരിക്കും ഞാനാ മുൻകൈ എടുത്തത്. എടി ഇതിൻ്റെ ഭവിഷ്യത്ത് നിനക്കറിയാമോ? അച്ഛനോ അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് പറഞ്ഞാലോ ഇവിടെ CCTV ഇല്ലേ, അവൻ കയറി വന്നിട്ട് 1, 2, 3 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് നാട്ടുകാർ കണ്ടാലോ, അടുത്തുള്ളവർ കണ്ടാലോ, അല്ലെങ്കിൽ CCTV വഴി ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാലോ, നിൻ്റെ ഭർത്താവ് അറിഞ്ഞാലോ? അപ്പോഴേക്കും അവൾ പൊട്ടിത്തെറിച്ചു. ഭർത്താവ്, അച്ഛൻ, ഇങ്ങനെ 2 ആൾക്കാരെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ച് എനിക്ക് ജീവിക്കാൻ വയ്യ. എനിക്ക് ജീവിതം എൻജോയ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരുത്തരെ ഞാൻ കെട്ടി, അയാളുടെ വീട്ടിൽ പോയി ഞാൻ ഒത്തിരി അനുഭവിച്ചു. എൻ്റെ ഭർത്താവിന് ഞാൻ കുറ്റം പറഞ്ഞില്ല, എങ്കിലും മാനസികമായിട്ട് എനിക്കൊരു സന്തോഷം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇവിടെ വന്നേ പിന്നാണ് എനിക്ക് ഒരു സന്തോഷമുണ്ടായത്. പിന്നെ ഭർത്താവിനെ മാത്രം അങ്ങ് പൂജിക്കുന്നൊരു സ്ത്രീയൊന്നുമല്ല ഞാൻ. അങ്ങേരും എന്നെ മാത്രമാണോ പൂജിക്കുന്നത് എനിക്കറിയില്ല. നാട്ടുകാരും വീട്ടുകാരും പേടിച്ച് മാതൃകാ സ്ത്രീയായിട്ട് ജീവിക്കാനൊന്നും എനിക്ക് വയ്യമ്മേ. അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി, മോഹവും തോന്നി. എനിക്ക് മോഹഭംഗം വരുത്താൻ ഇഷ്ടമല്ല, മോഹസാഫല്യം വേണം. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തു. അതിനു മുമ്പേ അങ്ങേരും ട്രൈ ചെയ്ത് കാണും. എന്തായാലും 2 കൂടെ ഒത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ കാര്യം നേടിയെടുത്തു. അത്രയേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ വയ്യ, പതൃത ചമയാനും വയ്യ. ഇനി എൻ്റെ ഭർത്താവിനെ ഇട്ടിട്ട് പോവാണെങ്കിൽ പോയിക്കോട്ടെ, എനിക്ക് കല്യാണമേ വേണ്ട. ഇങ്ങനൊരു ജീവിതം അല്ല ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് സ്വന്തമായി ജീവിക്കണം. എടി ഇതല്ല കുടുംബജീവിതം. അമ്മ എങ്ങനെ പഴഞ്ചൻ എന്തെങ്കിലും സാധനങ്ങൾ കെട്ടിപ്പിടിച്ചിരുന്നു. എനിക്ക് വയ്യ, എനിക്ക് മടുത്തു. ഇനി 2 കുട്ടികളുമായിട്ട് ഇവിടെ കിടന്ന് അരയിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്ക് മോഡേണായിട്ട് ജീവിക്കണം. എനിക്ക് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. ഒരാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും ഒരാളുടെ അടിമയായിട്ടൊന്നും ജീവിക്കാൻ എനിക്ക് പറ്റില്ല. വിവാഹം എന്ന സമ്പ്രദായം തന്നെ എനിക്ക് ചെയ്തെന്ന് തോന്നുന്നില്ല. എനിക്ക് പല ഇഷ്ടങ്ങളിലും ഊളയിടണം. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത്. ഭർത്താവ് അറിയുന്നെന്ന് എന്നെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഓക്കെ ആയിക്കോട്ടെ, ഞാൻ ജീവിക്കാൻ വേറെ വഴി കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയുന്നു. ഈ പെണ്ണിനെ വട്ടുപിടിച്ചതാണോ അതോ വേറെ വല്ലതുമാണോ? ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ നന്നായി വളർത്തിയ എൻ്റെ മകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ മനസ്സിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു മാഡം. ഒരു നിമിഷം ഇതൊക്കെ കേട്ട് ഞാൻ സ്തബ്ധയായിപ്പോയി. ഇവളെ പറഞ്ഞു തിരുത്താനൊന്നും എനിക്ക് പറ്റില്ല. ഞാനിവിടിപ്പം ശീലാവധി ചരിതം പറഞ്ഞാലൊന്നും ഈ പെണ്ണ് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബെറ്റർ മറയ്ക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് നിൻ്റെ ഭർത്താവോ നാട്ടുകാരോ അച്ഛനോ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയെങ്കിലും നീ ശ്രദ്ധിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അമ്മ ഇപ്പം വിളിക്കാതെ ആ സമയത്ത് വന്നുകൊണ്ടല്ലേ ഇത് കണ്ടത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. എന്താ? ശരിക്കും അവനില്ലേ അമ്മയൊരു നോട്ടമുണ്ട്. എന്താ അസംബന്ധമാണ് നീ പറഞ്ഞത്, അഹങ്കാരി എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അല്ല അവന് ആദ്യ ദിവസം തൊട്ട് അമ്മയുടെ കാര്യം പറയാറുണ്ട്. അമ്മയുടെ സാരിയാണ് അവിടെ കിടക്കുന്നത്. അമ്മയുടെ മറ്റു പല വസ്ത്രങ്ങളും ആ ബാൽക്കണി കിടപ്പില്ലേ, അത് ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ പറഞ്ഞു, ഇത് നിൻ്റെ അമ്മയുടേതല്ലേന്ന്. ഞാൻ പറഞ്ഞ ആണെന്നും. എങ്കിൽ അത് ഉണങ്ങിയതാണെങ്കിൽ ഇന്ന് അതിട്ടുകൊണ്ട് ഇത്തിരി നേരം നിൽക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. 2ാമത്തെ തവണ ഞാനിപ്പം അതെടുത്തിട്ടു. അത് കഴിഞ്ഞപ്പോൾ അവന് സ്നേഹം ഭയങ്കര കൂടുതലായിരുന്നു. ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്തിനാണ് വിചിത്രമായി പെരുമാറുന്നതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞത്, നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, ആക്ച്വലി നിൻ്റെ അമ്മയാണ് എനിക്കിഷ്ടപ്പെട്ടത് എന്നവൻ ആദ്യം സംസാരിച്ചപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു. ആക്ച്വലി ഇവിടെ എന്താടി നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു, അമ്മേ അവനോട് വരുമായിരുന്നല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ. എനിക്കാണ് ശരിക്കും അവനോട് ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞല്ലോ. ഞാനാണ് അവനെ കൈയും കാലും ഒക്കെ കാണിച്ചത്. അവന് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നെന്ന് തോന്നി. വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ശരിക്കും നമ്മൾ ഏകദേശം സമപ്രായക്കാരായതുകൊണ്ടാണ് എനിക്ക് അത്ര താല്പര്യം തോന്നാത്തത്. എനിക്ക് ശരിക്കും ഇഷ്ടം കുറച്ച് മുതിർന്ന സ്ത്രീകളെയാണ്. അപ്പം ഞാൻ ചോദിച്ചമ്മേ, കല്യാണം കഴിക്കുന്നതും മുതിർന്ന സ്ത്രീകളെയാണെന്നും. അങ്ങനെയല്ല, എന്നാലും കല്യാണം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. ബാക്കി ജീവിതത്തിൽ എന്നേക്കാൾ മുതിർന്ന സ്ത്രീകളോടാണ് എനിക്ക് താല്പര്യമെന്ന് അയാൾ എൻ്റെ മുഖത്ത്
നോക്കി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആഹാ, അപ്പം എന്നെയല്ല ലക്ഷ്യം, അമ്മയാണോ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ചിരിച്ചോണ്ട് പറഞ്ഞു, എക്സാക്ട്ലി അതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ ആൻറ്റി അതൊന്നും ശ്രദ്ധിക്കുന്ന ടൈപ്പെല്ലാം തോന്നുന്നു പറഞ്ഞു. ഞാനപ്പോൾ അയാളോട് പറഞ്ഞു, ശരിയാ, അമ്മ ഭയങ്കര പുണ്യവതിയായിട്ട് നടക്കുന്നൊരു സ്ത്രീയാണ്. ഭർത്താവെന്ന് പറയുന്ന ആളെ മാത്രം പൂജിച്ച് അമ്മയെ ട്രൈ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഫ്രീ ആയിട്ടിരിക്കുന്നത് ഞാനല്ലേ, എന്നെ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാൻ തുറപ്പിച്ചിട്ടിറക്കി അമ്മേ. അങ്ങനെയാണ് കാര്യങ്ങൾ ഒന്ന് തുടക്കം കുറിച്ചത്. പിന്നെ ആദ്യ സമയത്ത് അവന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും രണ്ടാം വട്ടമായി കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് അവൻ്റെ മനസ്സിലെ പല ഫാൻറ്റസികളും പറയാൻ തുടങ്ങി. അതിലൊന്നായിരുന്നു അമ്മയുടെ ഈ വസ്ത്രങ്ങളൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഫാൻറ്റസി. അതൊക്കെ ഞാൻ നന്നായി അഡ്ജസ്റ്റ് ചെയ്തു എങ്കിൽ മാത്രമല്ലേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ലഭിക്കുകയുള്ളൂ. അമ്മയുടെ വസ്ത്രമിട്ട ദിവസമാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത്. അവനെ വെറുതെ വിടാൻ പറ്റില്ല. 3 അല്ല 300 ദിവസങ്ങളിലും ഞാൻ ക്ഷണിക്കുമെന്ന് അന്ന് വിചാരിച്ചു. ഇന്നും ഞാൻ അമ്മയുടെ ഒരു ടോപ്പ് ഇട്ടിരുന്നു എന്ന് പറഞ്ഞ് അവളെടുത്ത് കാണിച്ചു. ഞാനാണെങ്കിൽ ഇതൊക്കെ കേട്ട് വിരണ്ടിരിക്കുകയാണ്. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ മോളെ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഉണ്ടമ്മേ. അമ്മ ഇപ്പോഴും ചെറുപ്പക്കാരിയല്ലേ. അമ്മയുടെ ജനറേഷനൊക്കെ ഭർത്താവിനെ മാത്രം നോക്കിയിരുന്നിട്ട് എന്താ അമ്മയെ നേടിയത്? ഒന്നുമില്ല. ഭർത്താവ് ഏതോ മരുഭൂമിയിൽ കിടന്ന് അധ്വാനിക്കുന്നു. 6 or 8 മാസം കുടിക്കുമ്പോൾ 1 വർഷം കുടിക്കുമ്പോൾ വരും. അന്നേരം എന്താ? ഒന്നുമില്ല. രണ്ടുപേരും എവിടെയോ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങും. അമ്മയ്ക്ക് ഇങ്ങനെ ജീവിക്കാൻ നാണമില്ലേന്ന്? ആര് പറഞ്ഞടി ഞാനും എൻ്റെ ഭർത്താവും കൂർക്കം വലിച്ചുറങ്ങുകയാണെന്ന്? ആഹാ, അപ്പോൾ ഉറങ്ങുകയല്ലേ? ഞാനെന്തായാലും അച്ഛൻ വന്നാലും മുറിയിൽ നിന്ന് കൂർക്കമ്പലിയുടെ ശബ്ദമേ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഈ പെണ്ണിൻ്റെ ഒരു അഹങ്കാരം. അത് പിന്നെ ഞങ്ങൾക്ക് പ്രായമൊക്കെ ആയില്ലേ, ഈ കാര്യങ്ങളോടൊക്കെയുള്ള താല്പര്യം കുറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് വെച്ചിട്ട് സ്നേഹക്കുറവൊന്നുമില്ലെന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇതൊക്കെ കുറയേണ്ട ഒരു പ്രായമാണോ? ഇതൊക്കെ ഉച്ചസ്ഥായിൽ നിൽക്കേണ്ട പ്രായമാമേ. അമ്മയെപ്പോലുള്ള സ്ത്രീകൾ മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നത്. എനിക്കെന്തായാലും പറ്റില്ല. ഞാനാണെങ്കിൽ ഒത്തിരി വായിച്ചിട്ടുണ്ട്. എന്ത് വായിച്ചിട്ടുണ്ട്? സ്ത്രീകളുടെയും പുരുഷൻ്റെയും പല മോഹങ്ങളെക്കുറിച്ചും. എടീ, നിന്റെ ചെയ്ത് കണ്ടിട്ട് നീ കൊച്ചു പുസ്തകം സ്ഥിരമായിട്ട് വായിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, ആ, ഞാൻ അതും വായിച്ചിട്ടുണ്ട്. അതും യഥാർത്ഥമുള്ള കാര്യം തന്നെയല്ലേ, അതിലൊന്നും ഇല്ലാത്ത ഒന്നുമല്ല. യഥാർത്ഥത്തിൻ്റെ രംഗത്തിറങ്ങുമ്പോൾ ശരിക്കും സ്ത്രീകളും പുരുഷന്മാരും അതിൽ പറയുന്ന പോലെ തന്നെയാണ്. അല്ലാതെ അവിടെ പോയി ഭവാൻ ആ തേൻകിണ്ണത്തിൽ പാലാടയിട്ട് ഇളക്കുമെന്ന് പറയുമോ? ഒരിക്കലുമില്ല. അങ്ങനെയൊക്കെ തന്നെയായിരിക്കും മനുഷ്യർ സ്വകാര്യമായി സംസാരിക്കുന്നത്. അമ്മയും അമ്മയുടെ ഭർത്താവും തമ്മിൽ എന്തോ വേറെ ബന്ധമായിരിക്കും, അന്യഗ്രഹ ജീവികളാ എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ കളിയാക്കി. പറഞ്ഞ വിഷയം വലിയ പ്രശ്നമാകാതെ അവൾ നിസ്സാരവൽക്കരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, ഇതൊന്നും പറഞ്ഞ് എന്നെ മയക്കാൻ നോക്കണ്ടെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ പിണങ്ങിയാലും ആര് പോയാലും അമ്മേ, അവസരം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ നേടിയെടുക്കും. അമ്മയല്ല ഞാൻ. അമ്മയുടെ പേര് എനിക്കിടണ്ട. ഭർത്താവിനെ പൂജിച്ച് അവിടെ ഇരുന്നു. അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഞാൻ അമ്മയോട് പറയാം. അവനാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ദാഹിച്ച് മോഹിച്ച് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ്. അതിന് ഞാനെന്താ വേണമടി? അമ്മ പോയി മഴയായൊന്ന് പെയ്തിറങ്ങും. ഈ അവസരം അമ്മയ്ക്ക് വിദഗ്ധമായി യൂട്ടിലൈസ് ചെയ്യാം. അമ്മയും ഞാനുമുള്ളപ്പോൾ അവനിവിടെ വന്നു കഴിഞ്ഞാൽ ആരും സമ്മതിക്കുകയില്ല. അമ്മയുടെ കാര്യം ഓക്കെ ആകും, എൻ്റെ കാര്യം ഓക്കെ ആകും. 2 മണിക്കൂറോ 1 മണിക്കൂറോടെ ചിലവഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് സംശയമില്ല. പിന്നെ അച്ഛനും ആർക്കും സംശയം വരില്ല. ഒതുക്കത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകും. അമ്മ എന്തിനാണ് വെറുതെ ഇങ്ങനെ ത്യാഗിനി ചമയുന്നത്? അമ്മയ്ക്ക് ഇനിയും ഒത്തിരി ദൂരം മുന്നോട്ട് പോകാൻ പറ്റും. അമ്മ ഓർക്കുന്നുണ്ടാകും, അയ്യോ, കടലെല്ലാം വറ്റിപ്പോയല്ലോ, ഷിപ്പും കട്ടമരങ്ങളും വള്ളങ്ങളും ഒന്നും ഇറക്കാൻ പറ്റില്ലോന്നും. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളമുള്ള തടാകത്തിൽ ഒരു കുട്ടപ്പഞ്ചിയെങ്കിലും തുഴയാൻ പറ്റില്ലേ അമ്മേ? അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ആകുന്നു. അഹങ്കാരി, എന്തൊക്കെയാണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അമ്മ ഇത് ഉപയോഗപ്പെടുത്തും, ഇല്ലെങ്കിൽ അമ്മ വറ്റി വരണ്ട് ഉണങ്ങിപ്പോകും എന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഇത് നിൻ്റെ അച്ഛനോട് നിൻ്റെ ഭർത്താവിനോടും ഞാൻ തന്നെ പറയുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ആ, എങ്കിൽ ഞാൻ അവരോട് പറയും. ഇതിനെല്ലാം കാരണക്കാരി അമ്മയാണ്. ആദ്യമായിട്ട് അമ്മയാണ് അവനോട് മിണ്ടുകയും കൊഞ്ചിക്കൊഴുകുകയും ചെയ്തത്. അതിൻ്റെ പേരിലാണ് അവനോട് വന്നത്. ഇപ്പോൾ അമ്മ എന്നെ കുറ്റക്കാരിയാക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ കുളം കലക്കും. പിന്നെ അമ്മയും ഞാനും സെയിം കുറ്റക്കാരിയാകും. പറയാൻ പോയ അമ്മ അവിടെ മിക്കവാറും ഒന്ന് വട്ടം കറങ്ങും, കുട്ടവഞ്ചി വട്ടം കറങ്ങുന്ന പോലെ എന്ന് അവൾ പറഞ്ഞു. ഇവള് കുശാഗ്ര ബുദ്ധിക്കാരിയാണ്. ഇവളെ സൂക്ഷിക്കണം. കാര്യം അന്തവും കുന്തവും ഇല്ലാത്ത പുതിയ തലമുറയാണ്. ഇവള് വേണമെങ്കിൽ എന്തും കാണിക്കും.
പണ്ടത്തെ പെണ്ണുങ്ങൾ പേടിച്ചിരുന്നു, സ്വപ്നങ്ങളൊന്നും സഫലമാക്കിയില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ പാറിപ്പറക്കും, അമ്മയമ്മയുടെ കാര്യം നോക്കുന്നതാണ് അവൾ പറഞ്ഞതും. എന്ത് ചെയ്യാനാ മാഡം, എത്ര പറഞ്ഞിട്ട് കേട്ടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് തുടർന്നു. അപ്പോഴെല്ലാം അവൾ എന്നോട് പറഞ്ഞു. ഇന്നും അവൻ എന്നോട് അമ്മയുടെ കാര്യം വർണ്ണിച്ച് ചോദിച്ചു. ഇന്ന് അമ്മയായിട്ട് അഭിനയിക്കാൻ എന്നോട് പറഞ്ഞു. അമ്മയുടെ പേര് ഒക്കെ അവൻ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് 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 എൻ്റെ മനസ്സിലും എന്തോരോളം. തെറ്റാണോ ശരിയാണോ, എൻ്റെ ഉള്ളിൽ ഒരു വടംവലി. അവൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, അമ്മ അറിയേണ്ട ഒരു പ്രക്രിയ തന്നെയാണ്. കാര്യം ചെറുപ്പക്കാരൻ, അതും ഇപ്പോഴത്തെ കാലത്ത് 100 കൂട്ടം പെണ്ണുങ്ങൾ മോഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സുമുള്ള ഒരു ചെറുപ്പക്കാരൻ. അവസാനം അമ്മ അയ്യോ എനിക്ക് കിട്ടിയ അവസരം പോയല്ലോ എന്ന് പറഞ്ഞ് മോങ്ങരുത് എന്ന് പറഞ്ഞ് അവളിനെ കളിയാക്കി ഒന്ന് പോടി എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ ആകെ തിരയിളക്കവും കൺഫ്യൂഷനുമായിരുന്നു. അവസാനം ഞാൻ അവളോട് പറഞ്ഞു, എടി എന്തെങ്കിലും പ്രശ്നമാകുമോ? എന്ത് പ്രശ്നമാമേ? ഒരു കുഴപ്പമില്ല, ഞാൻ പുറത്തുണ്ടല്ലോ. അമ്മയും ഞാനിവിടെ ഉള്ളപ്പോൾ മാത്രം അവൻ വന്നു കഴിഞ്ഞാൽ എല്ലാം സേഫാണ്, ആരും ഒന്നും അറിയില്ല. അമ്മയ്ക്കും ഇനിയും കടൽ കടയണ്ടേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴേക്കും എൻ്റെ അണിവിരലിൽ നിന്നൊരു പെരുപ്പ് തലച്ചോറ് വരെ കയറിപ്പോയി. എനിക്കറിയില്ല, അപ്പോഴേക്കും എൻ്റെ മനസ്സ് മാറിയിരുന്നു. അങ്ങനെ അവൾ തന്നെയാണ് എൻ്റെ കാര്യം പറഞ്ഞത്, മകൾ തന്നെയാണ് പറഞ്ഞത്, അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ പുറത്തുണ്ടല്ലോന്ന്. അങ്ങനെ അവൻ്റെ അടുത്തിരുന്നപ്പോൾ എൻ്റെ ഹൃദയം തുടികൊട്ടുകയായിരുന്നു. പക്ഷേ അവനത് മനസ്സിലാക്കിയില്ല. മാക്സിമം അവൻ എന്നെ സ്നേഹിക്കുകയായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ തുടികൊട്ടൽ തുടിതാളമായി മാറി. ഞാൻ എല്ലാം മറന്നു പോകുകയായിരുന്നു. ഇത്രയും മനോഹരമായ അനുഭവങ്ങൾ എൻ്റെ ഭർത്താവോ എൻ്റെ ജീവിതമോ എനിക്ക് സമ്മാനിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ വൈകിപ്പോയി എന്ന് ചോദിച്ചു. വൈകി വന്നാലും വാതിൽ തുറക്കുന്ന വസന്തമായി ഞാൻ മാറുകയായിരുന്നു. എനിക്ക് തുള്ളാതെ അന്ന് തരമില്ലായിരുന്നു. തുള്ളാതെ മനവും തുള്ളും എന്ന് പണ്ടാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നാണ് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. എൻ്റെ മോളെ ഞാനന്ന് ശിരസ നമിച്ചു പോയി. അവൾ എനിക്ക് തന്നത് മനോഹരമായൊരു ജീവിതമാണ്. ഇപ്പോൾ മകളും ഞാനും കൂടെ ആ ബന്ധത്തിൽ അകപ്പെട്ട് മനോഹരമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഓർക്കും, ഞാൻ ചെയ്യുന്നത് പണ്ടത്തെ കാഴ്ചപ്പാടുകളെ മൊത്തവും പാടെ മാറ്റിമറിക്കുന്നതിന് തെറ്റല്ലേ എന്ന്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ മോഡേൺ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ എന്താണ്? ജീവിതത്തിൽ ഒന്ന് മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവസാനം കുറേ സദാചാരപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ പറച്ചിലിൽ. അതല്ലാതെ നോക്കുമ്പോൾ ജീവിതം വട്ടപൂജ്യമാണ്. ജീവിതത്തിൽ എപ്പോഴും എൻജോയ്മെൻറ്റും അത്യാവശ്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അതിനോട് യോജിക്കുന്നത് ഏത് ആൾക്കാരുടെ കാര്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഇതൊക്കെ സമ്മതമാണ്. അതിപ്പോൾ മറ്റുള്ളവർ ഒരിക്കലും തിരക്കേണ്ട കാര്യമില്ല. അവർ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. പക്ഷേ വിശ്വസ്തമായിട്ട് ജീവിക്കുകയാണ്. ഭർത്താവ് അറിയാതെ ഭാര്യയും ഭാര്യ അറിയാതെ ഭർത്താവും ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻസ് കീപ്പ് ചെയ്യുകയും നേരിട്ട് കാണുമ്പോഴേക്കും ഭയങ്കര അയ്യോ ചേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല, നീയില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് കള്ളത്തരം മുഖംമൂടി വെച്ചുള്ള ജീവിതം, അത് എന്തിനാണ്? അതിൻ്റെ കാര്യമില്ല. ഒന്നുകിൽ സ്വന്തമായി അവരുടെ ഇഷ്ടത്തിന് അങ്ങ് ജീവിക്കുക. അപ്പോൾ ഈ കള്ളത്തരങ്ങൾ ദാമ്പത്യ ബന്ധത്തിൽ കാണിക്കുകയും എന്നിട്ട് ആത്മാർത്ഥ ഭാവിക്കുകയും ചെയ്യുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കല്യാണമൊന്നും കഴിക്കേണ്ട, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ രണ്ടുപേർക്കും കൺവീനിയൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ബെറ്റർ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല, സ്വന്തമായി എങ്ങനെ നടക്കൂ. ഇപ്പം എതിരെ വരുന്ന ആൾക്കും ഫാമിലി ഒന്നുമില്ല, നമുക്ക് പാർട്ട്നേഴ്സ് ഫാമിലി ഒന്നുമില്ല, അല്ലെങ്കിൽ ഫാമിലിയും പാർട്ട്നേഴ്സും ഒക്കെ എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ എന്ത് വേണമെങ്കിലും കാണിക്കാം. അതല്ലാതെ പാർട്ട്നേഴ്സിനെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്നത് ശരിയാകുമെന്ന് അറിയില്ല. നമ്മളെ ഊഹിക്കുകയാണ് അയ്യോ എൻ്റെ പാർട്ട്ണർ എങ്ങനെ ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ആത്മാർത്ഥമായുള്ളൊരു ഭർത്താവാണ്, അയാളെ ഭാര്യ വഞ്ചിച്ചു കഴിഞ്ഞാൽ അങ്ങേർക്ക് എന്ത് വിഷമായിരിക്കും. അല്ലെങ്കിൽ തിരിച്ചു വാങ്ങാം, നല്ലൊരു ഭാര്യയാണ്, ഭർത്താവ് വഞ്ചിക്കുന്നു. അപ്പം വിശ്വസ്തത വേണ്ട സ്ഥലത്ത് അത് ലംഘിക്കരുത്. ഇനി അതല്ല എല്ലാം അറിഞ്ഞ് സുതാര്യമാണ്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഒന്നുമില്ല, നോ പ്രശ്നങ്ങൾ, എങ്കിൽ ഒരു കുഴപ്പമില്ല.